ഞങ്ങളെക്കുറിച്ച് ആരോപിക്കുന്ന ഒരു ആരോപണമുണ്ട്. അതിലൂടെ നമുക്ക് ബാക്കി ഭാഗത്തേക്കാണ്. വഹാബിക്ക് അതിനൊരു പവർ പോരാ. കാരണം നമുക്ക് കളിയാക്കണല്ലോ. ദീനുൽ ഇസ്ലാമിന്റെ ഈ കറാമത്തുകൾ മോചിതത്ത് കളിയാക്കുക എന്നതാണല്ലോ ഇവരുടെ ഒരു വർഗ്ഗ സ്വഭാവം എന്ന് പറയുന്നത്. ഇവിടെ മോചിതത്ത് കറാമത്തൊക്കെ നിഷേധിക്കുന്ന ആളുകളാണ് സെൽഫികൾ എന്ന് വരുത്തി തീർത്തുകൊണ്ട് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞ പച്ച കളവിനെ വെളുപ്പിച്ചെടുക്കാനുള്ള ഒരു ശ്രമമാണ് മുസ്ലിയാർ നടത്തുന്നത്. ഇവിടെ ആധികാരിക പ്രമാണങ്ങളിൽ വന്ന എന്ത് കറാമത്തിനെയാണ് അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ, സെലഫി ഉലമാക്കൾ, സെലഫി പ്രബോധകർ നിഷേധിച്ചിട്ടുള്ളത്? അതൊന്ന് നീ കാണിച്ചു തരണം കുബൂരി. എന്തിനാ സഹോദര ഇങ്ങനെ അസഹിഷ്ണുതയോടുകൂടെ പെരുമാറുന്നത്? തെറി വിളിക്കാതെ നിങ്ങൾക്കൊരു വീഡിയോ എങ്കിലും ചെയ്തുകൂടെ? നിങ്ങളുടെ പല വീഡിയോകളും ഞാൻ കാണാറുണ്ട്. എല്ലാത്തിലും ഇതുപോലുള്ള പരിഹാസങ്ങളും തെറിവിളികളും മോശപ്പെട്ട പ്രയോഗങ്ങളും. അറ്റ്ലീസ്റ്റ് നിങ്ങളൊരു മുസ്ലിം അല്ലേ? വഹാബി എന്നുള്ളത് അവിടെ നിൽക്കട്ടെ, നിങ്ങളൊരു മുസ്ലിം അല്ലേ? ഒരു മുസ്ലിമിന് ചേർന്ന സംസ്കാരങ്ങളും നിങ്ങൾക്ക് കാണിച്ചുകൂടെ? ഞാൻ പല വീഡിയോകളിലും നിങ്ങളുടെ മുജാഹിദുകൾ പോലും നിങ്ങൾക്കെതിരെ പറയുന്നതായിട്ട് പലതിലും ഞാൻ കണ്ടിട്ടുണ്ട് കമന്റ് അടിക്കുന്നത്. ഒന്ന് നന്നാവാൻ ശ്രമിക്കുക ആദ്യം, പ്രൈമറി ആയിട്ട്. അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം എന്ന് വളരെ വിനയത്തോടു കൂടെ നിങ്ങളോട് ഓർമ്മപ്പെടുത്താണ്. പിന്നെ നിങ്ങളുടെ പ്രശ്നം എന്താണ്? അയിലക്കാട് തങ്ങളുമായി ബന്ധപ്പെട്ട കറാമത്തുകൾ പറഞ്ഞു. അത് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിന്റെ അനുഭവമാണ്. ആ അനുഭവം നിങ്ങൾ ഇനി എത്ര കള്ളത്തരാണെന്നും ഇല്ലാത്തതാണെന്ന് പറഞ്ഞാലും അനുഭവത്തെ നിഷേധിക്കാൻ ഉസ്താദിന് കഴിയില്ലല്ലോ. അത് ഉസ്താദിന്റെ അനുഭവമായിട്ട് തന്നെ തുടരുക തന്നെ ചെയ്യും. പിന്നെയോ, നിങ്ങൾക്ക് ഇനി അയിലക്കാട് തങ്ങളുടെ കറാമത്ത് സിഹാവുസിത്തേന്ന് കാണിച്ചു തരണോ? സൊഹീൽ ബുഖാരിയിൽ റവാഹുൽ ബുഖാരി എന്ന് പറഞ്ഞിട്ട് അയിലക്കാട് തങ്ങളുടെ കറാമത്ത് നിങ്ങൾക്ക് കാണിച്ചു തരണം. എന്നാലും നിങ്ങൾ വിശ്വസിക്കുള്ളൂ. നിങ്ങൾ വിശ്വസിക്കേണ്ടെന്നേ. നിങ്ങളുടെ ആരപ്പത് വിശ്വസിക്കാൻ പറഞ്ഞത്? നിങ്ങളോട് നമ്മൾ പറഞ്ഞു വിശ്വസിക്കാൻ. നിങ്ങൾക്ക് പറ്റുമെങ്കിലും വിശ്വസിച്ചാൽ മതി. ഉസ്താദിനെ വിശ്വസിക്കുന്ന, ഉസ്താദിന്റെ സത്യസന്ധ ബോധ്യമുള്ള സുന്നികളായിട്ടുള്ള മുഅ്മിനീങ്ങളായ ആളുകൾ അത് വിശ്വസിക്കുകയും അത് അംഗീകരിക്കുകയും ചെയ്യും. നിങ്ങൾ അംഗീകരിപ്പിക്കുക, നിങ്ങളെ വിശ്വസിപ്പിക്കുക എന്നുള്ളത് ഞങ്ങളുടെ താല്പര്യമേ അല്ല. കാരണം എന്തുകൊണ്ടാ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ നിങ്ങളുടെ പൂർവികരുണ്ടായിരുന്നു. അവരോട് ഇത്തരം കറാമത്തുകൾ പറയുമ്പോൾ, മുഅ്ജിസത്തുകൾ പറയുമ്പോൾ, ഞാൻ പറഞ്ഞല്ലോ, ആകാശത്തിൽ ഒറ്റ രാത്രി കൊണ്ട് പോയി വന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കഥ പറഞ്ഞപ്പോൾ അന്നത്തെ ആൾക്കാരും വിശ്വസിച്ചിരുന്നില്ല. അവരും ഇതുപോലെ ട്രോളാനും കളിയാക്കാനും പച്ചക്കളവ്, നിങ്ങളാ ചാൻ്റെ സ്ട്രോങ് ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളെ നാവ് ചിലപ്പോൾ പൊട്ടിപ്പോവുക. ആ ജാതി ചാ ഒക്കെ പറയുന്നുണ്ട് നിങ്ങൾ. അത്തരത്തിൽ എതിർക്കാൻ അന്നും ആളുണ്ടായിരുന്നു, എന്നും ആളുണ്ടാവും. സത്യങ്ങൾ ഉൾക്കൊള്ളാനും കറാമത്തുകൾ വിശ്വസിക്കാനും ആ യുക്തിവാദത്തിന്റെ ആ ഒരു സൂക്കേടാണ്. അതിന് കുറച്ച് പ്രയാസം ഉണ്ടാവും. അതിന്റെ ഒരു അസഹിഷ്ണുതയാണ് നിങ്ങളുടെ ഈ തെറിവിളിയും പരിഹാസവും ഒക്കെ എന്ന് പ്രാഥമികമായി ചോറുന്ന ആൾക്കാർക്ക് മനസ്സിലാവും. അള്ളാഹു താല നിങ്ങളെ നന്നാക്കട്ടെ. നല്ല രീതിക്ക് സംസാരിക്കാനെങ്കിലും അള്ളാഹു താല നിങ്ങൾക്ക് തൗഫീഖ് നൽകട്ടെ.